സോറി, പ്രസവ വാർഡായിരുന്നു. ഒന്നിറങ്ങി പോടോ. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് അഹങ്കാരം അവർക്കാ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാ. കൊണ്ടുപോകാനോ? അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. മതി, വാ മോനെ. നീ ഇവിടെ പോകുന്നു? മതി അളിയോ. അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ, പിന്നെന്തിനാ ഞങ്ങളുടെ പെങ്ങള്? ലിസി, ഇനി ഇവിടെ നിന്നാൽ എന്നെ ഐസിയിൽ കിടത്തേണ്ടി വരും. എന്റെ ഈശ്വര, കുറച്ച് ഓക്സിജൻ കിട്ടുമോ? കുറച്ചു പോരാ, ഒരു സിലിണ്ടർ തന്നെ വേണ്ടി വരും. അടുത്ത വാർത്ത പുറകെ വരുന്നുണ്ട്. എന്ത്? കുരിയച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. കുട്ടനാടിന്റെ MLA ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തിയും പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ ആളാ. പാർട്ടിയിൽ നിന്നും പുറത്തായി കഴിയുമ്പോൾ കുരിയച്ചന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം. എന്താ അത്? നിന്നെ കൊല്ലുക എന്ന സ്വപ്നം. സാരമല്ല, നിന്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരെണ്ണത്തിനുള്ള സമയം കിട്ടും. ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം. ഞാൻ രേവമ്മയോട് സംസാരിക്കാം. എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. ഒറ്റയ്ക്ക് വിടണ്ട, ഞാനുണ്ടല്ലോ. ഈ ചെറുക്കനോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞേ. നീ ഒന്ന് പുറത്തു നിന്ന്. ഞാൻ പുറത്തോട്ട് പോവില്ല. ഇവരെന്താ ഒന്ന് പുറത്തിറങ്ങി നിന്നാല്? പുറത്തിറങ്ങില്ല. അതെ, ഞാനില്ലാതെ ഇവൻ പുറത്തിറങ്ങില്ല. അത് വേറെ കാര്യം. രേവമ്മ കാര്യം പറ. ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന അവക്ക് എന്നാ കൊടുക്കും? 2000 രൂപ. 2000 രൂപ? അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ. 2 പേർക്ക് 1000, 18 പേർക്ക് 2000. അങ്ങനെ നിനക്ക് അടപടല് തിന്നാൻ എന്റെ മോളെ കിട്ടില്ല. കൈനഗിരി ജയശ്രീ വരില്ല. അത് ശരി. അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മയും മോളും കൂടെ നാടകം കളിച്ചതല്ലേ? അതെ, കാശ് കിട്ടുന്നത് കൊണ്ടല്ലേ. 5000 രൂപ കിട്ടിയാലേ ഞാനൊന്ന് വരൂ. കൈനഗിരി ജയശ്രീ, കണ്ണിച്ചോരയില്ലാതെ കാശ് ചോദിക്കരുത്. അതെ, നമ്മുടെ പയ്യനല്ലേ, എന്തേലും ഒന്ന് കുറച്ചു കൊടുക്കും. കാശ് കുറച്ചിട്ട് കൈനഗിരി ജയശ്രീ വരില്ല. നീ എന്തു കൊടുക്കും? 3000. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാം നടക്കണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 4000. അതേ കുറഞ്ഞ് ഞാൻ വരത്തില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാ. സമ്മതിച്ചേക്ക്. അല്ല, ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടുപോകും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും. നടക്കും. നീ എന്റെ മോള് തന്നെ അടി. ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, തനിച്ച് 2 വർത്താനം പറയാൻ വന്നതാ. കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല. ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ചൊപ്പിച്ച പ്രോഗ്രാമാ. ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ 5 പൈസ കിട്ടില്ല. പക്ഷെ എന്നാൽ അവനത് നടത്തും. അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. മോളെ, കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും. കലയാണ്. അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്ര ആക്രാന്തം പാടില്ല. ചക്കക്കൂട്ടെന്താ ഇവിടെ? വിളിച്ചു വരുത്തിയതാ. ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്. എന്ത്? ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ടുവരാൻ. അതിന് ടിപ്പുണ്ടാ? 500 കൊടുത്തില്ല. അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. മോഹിനിയായിട്ടല്ലേ? കുച്ചിപ്പുടി ആണോ? എന്തൊരു ഡാൻസ് ആടാ. എന്ന് തൊട്ട്? കണ്ട അന്ന് തൊട്ട്. തോന്നോടാ, നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ. നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ? അല്ലേ? അല്ലെങ്കിൽ പറ. ആർക്ക്?
500. ഇരിക്കട്ടെ, ഇത്രയും പറഞ്ഞതല്ലേ. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ പറയാം. അവൻ്റെ ഇല്ല അഞ്ഞിട്ടല്ലടാ. അടിപൊളി. Dear friends, today's our program ends here. അത് ഇംഗ്ലീഷ് കലക്കണ്ടല്ലേ? And anybody who wants to take photos with artists can come on stage. But before that, ladies and gentlemen, the big chef of my houseboat, Mr. Sushilan, that guy, he is very much excited about her dance. Very, very much. So, he is going to give her rupees 500 as tip. Please welcome Mr. Sushilan on stage. കൊടുക്ക്, അവന്റെ അടുത്ത് കാശില്ലാത്തോണ്ടല്ലേ. ഓ സുശീലേട്ടാ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ എൻ്റെ 500 രൂപ. നിന്റെ 500 രൂപ. എടാ മണകൊണാഞ്ച, ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ 8 സായിപ്പന്മാരൊന്നും അനങ്ങും. അല്ലാതെ നിനക്ക് 500 രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ? കൊടുത്തിട്ട് പോടാ. വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, കൺഗ്രാറ്റുലേഷൻ. മുണുങ്ങ് വാങ്ങിച്ചാലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മുതലാളി മോനെ. Thank you, Sushilan. Now anybody and everybody can give tips, take photos. Yeah, this is Kalathalam Jayasri, very famous dancer, and yeah, thank you. Yeah, thank you very much. Thank you. Yes. ഞങ്ങളൊരു ഫോട്ടോ എടുത്തടാ. വിജയ ഫോൺ നടക്കത്തെ പെട്ടെന്ന് ചെക്കിയാ എടുക്കടാ. ആ റെഡി എടുക്കടാ.